അപ്പോൾ എന്തായാലും നമ്മൾ ഈ ചോച്ചേരിക്കുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ നടയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ അതേ കുറച്ച് സ്വാമിമാരെ കിട്ടിയിട്ടുണ്ട്. ഇതേ മാളികപ്പുറമൊക്കെ ഉണ്ട്. മാളികപ്പുറം അതേ അവിടെ നടക്കണം ഓടി വാ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ അമ്പലത്തിലേക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾ ഇവരോട് തന്നെ ചോദിച്ചറിയാം കാര്യങ്ങൾ. സ്വാമി ശരണം. അയ്യപ്പ. സ്ഥലം എവിടെയാണ്? നമ്മൾ ചെറുകുന്നാണ് നമ്മുടെ സ്ഥലം വരുന്നത്. കണ്ണൂർ ജില്ലയാണ്. നമ്മൾ ശബരിമലക്ക് പോയിട്ട് വരുന്ന വഴിയാണ് ഇവിടെ പറഞ്ഞിട്ട് കയറിയതാണ്. നമ്മുടെ കേരള പഴനിയോട് അതേപോലെ സാമ്യമുണ്ട്. പടികളും കാര്യങ്ങളൊക്കെ നല്ലൊരു ഭക്തിസാന്ദ്രമായ ഇതാണ്. കാണാനും എല്ലാം നല്ല ഭംഗിയുള്ള അമ്പലങ്ങളാണ്. ഫസ്റ്റ് ടൈമാണ്. എന്താ ഈ മാളികപ്പുറം അയ്യപ്പനാണ്ടാ തൊഴുത്തിൽ നന്നായിട്ട് സൂപ്പറായില്ലേ? ഇപ്പൊ നേരെ ഇവിടെ കണ്ടില്ലേ? ഇഷ്ടപ്പെട്ട അമ്പലം? എങ്ങനെ തിരക്കുണ്ടായിരുന്നാ ശബരിമലയില്? തിരക്കുണ്ടായിരുന്നു. കുഴപ്പമില്ല. ഇനിയിപ്പോ നേരത്തെ ഇരിക്കാണ് അല്ലേ? ഗുരുവായൂർ പോയിട്ട് പോകണം അല്ലേ? ശരി. അപ്പൊ ഓക്കെ. അപ്പൊ സംശരണം. സന്തോഷം. ഓക്കെ. ക്ഷേത്രത്തിന്റെ പണികൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ സന്ധ്യാസമയത്ത് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് വരാന്ന് പറഞ്ഞത് വേറൊരു വൈബാ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന ആ വ്യൂ, ആ വഴിയില്ലേ, അതാണ് ഈ അമ്പലത്തിലേക്ക് വരാനുള്ള ആദ്യത്തെ വഴിയായിരുന്നത്. സ്റ്റെപ്പ് വരുന്നേക്കാൾ മുന്നുള്ള വഴിയാണ് ഇങ്ങനെ കാണുന്നത്. അവിടുത്തെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കേരള പഴനിന്ന്. അതിലിങ്ങനെ റൗണ്ട് ചെയ്ത് അങ്ങനെയായിരുന്നു ആദ്യം ഈ അമ്പലത്തിലേക്ക് വന്നിരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഈ 230 സംതിങ് പടികൾ ആയത്. നോക്കിയേ കണ്ടാ, ഇവിടെ ചോച്ചേരിക്കുന്ന് സുബ്രഹ്മണ്യ സ്വാമീനെ കാണാൻ വേണ്ടിയിട്ട് വേറൊരു കുഞ്ഞുസ്വാമി വന്നിട്ടുണ്ട്. ഒരു ഹായ് പറഞ്ഞാൽ അങ്ങോട്ട് ഒരു ഹായ് പറ. ടാറ്റ കൊടുക്ക്. അങ്ങോട്ട് ടാറ്റ കൊടുക്ക്. ഹായ്. ഈ കൈ എവിടെ? ടാറ്റ കൊടുത്തേ അവിടെ. ഹായ്. അപ്പോൾ പുത്തൂരിലെ ചോച്ചേരിക്കുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ വിശേഷമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം. ഓക്കെ, ബൈ.